കവളപ്പാറ എന്ന ഗ്രാമത്തെ ചിതറിച്ചു കളഞ്ഞു 2019 മണ്ണിടിച്ചിൽ ദുരന്തം. മരിച്ച 59-ൽ 37 പേരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ദുരന്തത്തെ അതിജീവിച്ചവർ ഇന്ന് പല നാടുകളിലാണ്. ഒന്നായി ഉണ്ടായിരുന്നവർ ഇന്ന് പലരായി മാറി. ഇന്നും ഈ ദിവസം അവരെല്ലാം ഒന്നിക്കും, ഓർമ്മിക്കും. കോളനി മൂപ്പൻ ചാത്തൻ കണ്ണീരിൽ കുതിർന്ന ഓർമ്മകൾ പങ്കുവെക്കും. കവളപ്പാറ ദുരന്തത്തിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടായത് ആ മേഖലയിലെ ആദിവാസികൾക്കാണ്. അവരിൽ പലരും ഇന്നും ആ മണ്ണിനടിയിലാണ്, ഓർമ്മയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ചാത്തൻ മൂപ്പനാണ്. മൂപ്പൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നു ആ മേഖലയിലും അന്ന് മുഴുവൻ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കുടുംബങ്ങളും ആയിരുന്നു. എല്ലാം മണ്ണിനടിയിൽ പോയി. ദുരന്തത്തിന് ശേഷം പലരും പല ഭാഗത്തായി പോയില്ലേ? ദുരന്തത്തിന് ശേഷം ഞങ്ങൾ പലരും പല വഴിക്കായിപ്പോയി. പിന്നെ ക്യാമ്പിലായിട്ട് ഇവിടെയും അവിടെയൊക്കെ ആയിട്ടാണ്. പിന്നെ സർക്കാർ ഒരു വീട് വെച്ച് തന്നിട്ടുണ്ട്. ഇപ്പം അതിലൊക്കെ ചെന്ന് പാർക്കലുണ്ട്. എനിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നതിൻ്റെ ഒരു ഇത് മുഴുവൻ പോയി അല്ലേ? ഒരുമിച്ച് നിന്ന എല്ലാ ഇതും പോയി. ഇപ്പോൾ 5 കൊല്ലത്തിനിപ്പുറം അവിടെ പോകാറുണ്ടോ? ഇപ്പോൾ കവളപ്പാറ പോകാറുണ്ടോ? പോകാറുണ്ട്. കവളപ്പാറ പോകാറുണ്ട്. കൊല്ലം പോയിട്ടാണ് വരുന്നത്. ഞങ്ങൾക്കൊരു അടിയന്തരമൊക്കെ ഉണ്ട്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ദൈവം കുറിച്ച്, ആ ദൈവം കുറിച്ചിക്ക് ഞങ്ങൾ കൊല്ലം അവിടെ കൂടും. എല്ലാവരും കൂടിയിട്ട് അവിടെ കൊടുക്കും. ആ സമയത്ത് എല്ലാവരും വരും അല്ലേ? എല്ലാവരും വരും, മക്കളും എല്ലാവരും വരും. അത് ഏത് മാസം? എങ്ങനെ? അത് മീനമാസത്തിലാണ്. ഇപ്പൊ ഈ ഇപ്പോഴും കാണാതെ പോയതിൽ ഏറ്റവും അധികം മൂപ്പന്റെ വേണ്ടപ്പെട്ടവരല്ലേ? 10ഓളം അല്ലെ? 10 പേര്. അതെ അതെ, ഇപ്പോഴും കാണാതെ പോയ, ഏറ്റവും കാണാതെ പോയ കൂട്ടത്ത് ഏറ്റവും എനിക്കാണ് നഷ്ടപരിഹാരം വന്നത്. നമ്മളെ കുടുംബങ്ങളാണ് പോയിക്കുന്നത് മൊത്തം. എത്ര പേര് അറിയോ? 10 പേരാണോ? 16 പേര് പോയി. 11 പേരെ കാണാനില്ല ഇപ്പോഴും മണ്ണിനടിയിലല്ലേ? 11 പേരെ ഇപ്പൊ കാണാനില്ല, മണ്ണിനടിയിലാണ്. അന്ന് ഈ തെരച്ചിലൊക്കെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും നിർത്താൻ വേണ്ടിയൊക്കെ നോക്കിയിരുന്നല്ലോ. അന്ന് എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയത്? ഇവരെ കാണാതെ ആയിട്ടും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണോ? അന്ന് അവര് അത്രയും ദിവസങ്ങൾ അവർ തെരഞ്ഞിട്ട് കിട്ടാനിട്ട് കാണാനിട്ടും അവർ ഇനി ഇതിനെ പറ്റി നോക്കിയിട്ട് കാര്യമല്ല, ഒക്കെ ഗ്രഹിച്ചു പോയി, എന്തോ അറിയില്ല എന്നും പറഞ്ഞു കേട്ടോ അവിടെ നിർത്തിയതാണ് അവർ. നിങ്ങളത് സമ്മതം ഉണ്ടായിരുന്നോ അന്ന് നിർത്താൻ? ഞങ്ങളെ സമ്മതം ഉണ്ടായിരുന്നു. അത്രയും ദിവസം നിന്നതല്ലേ, പിന്നെ തെരഞ്ഞിട്ട് കാര്യമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനല്ല സമ്മതിച്ച്, നമ്മളെ ബാക്കിക്കാരെല്ലാവരും കൂടിയിട്ട് സമ്മതിച്ചു. എനിക്ക് വലിയ സമ്മതമൊന്നും ഇല്ലായിരുന്നു, ഒന്നും കൂടി തരാനെന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തോ കാണാതായ ആൾക്കാരെ? കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ എല്ലാ വർഷവും ആ ദിവസം അവിടെ പോകൂലേ? എല്ലാവരും ആ ദിവസം പോകും. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് വീടെല്ലാം കിട്ടി, അതല്ലാതെ വേറെ എന്തെങ്കിലും സർക്കാരിൻ്റെ സഹായമൊക്കെ കിട്ടിയോ? ഗവൺമെന്റ് സർക്കാരിന്റെ സഹായത്തിൽ തന്നെ വീടെല്ലാം കിട്ടിയിട്ടുണ്ട്. നിലവിലൊക്കെ സർക്കാരിന്റെ സമീപനമൊക്കെ തൃപ്തികരമാണ്. 5 വർഷം കഴിയുമ്പോൾ ആ മേഖല ഇപ്പോൾ ആകെ കാട് പിടിച്ച് ആനയൊക്കെ ഇറങ്ങുന്ന പോലെ കൈ കിടക്കുകയാണ്. പോയിരുന്നു അവിടെ? പോയിരുന്നു. ഞാൻ ഇപ്പം 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ആകെ ആന നിന്നാലും കാണൂല, പേടിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകാം. ആ സ്ഥലം ഒന്ന് മെമ്പർമാരെല്ലാവരും കൂടിയിട്ടൊന്ന്, സർക്കാരും കൂടിയിട്ടൊന്ന് നിരത്തി തരുവാണെങ്കിൽ കൂന കൂടി കിടക്കുക. അത് നിരത്തി തരുവാണെങ്കിൽ ഞങ്ങൾ വല്ല പറങ്കിമാവെങ്കിലും വെക്കുമായിരിക്കും. സർക്കാർ അത് കേൾക്കുന്നില്ല ഇപ്പോഴും. സർക്കാർ അത് കേൾക്കുന്നില്ല ഇപ്പോൾ. അതാണ് നമുക്കൊരു പറയാനുള്ള അഭ്യർത്ഥന അല്ലേ? അതന്നെ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് അതാണ്. നമുക്കിപ്പോൾ ഈ 10 സെന്റ് സ്ഥലം കൊണ്ടൊന്നും ആയില്ലല്ലോ. കൃഷി ചെയ്തിരുന്നാണല്ലോ നമ്മൾ ഇതിനകത്ത് കൃഷി 240 മരങ്ങളും പിന്നെ റബ്ബർ ഉണ്ടായിരുന്നു. പിന്നെ പാടത്ത് ഫുള്ള് കവുങ്ങും തെങ്ങും ഉണ്ടായിരുന്നു. നല്ല വരുമാനം ഉണ്ടായിരുന്നു എനിക്ക്. അത്രയും ഞങ്ങൾ 30 ഭാഗം ആൾക്കാർക്കൊക്കെ വരുമാനം ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. എനിക്ക് മാത്രമല്ല, 3/4 ഭാഗം ആൾക്കാർക്കൊക്കെ വരുമാനം ഉണ്ടായിരുന്നു. എന്നെ പോലെ വരുമാനം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവര് ആ വരുമാനത്തിനനുസരിച്ച് നമുക്ക് തന്നിട്ടില്ലല്ലോ. 10 സെന്റ് സ്ഥലത്തൊരു വീടും ജീവിക്കാനുള്ള ഉപജീവനല്ലേ എപ്പോഴും. അതെ, അതാണെങ്കിലും സർക്കാർ പരിഗണിക്കുന്നതിന്റെ പ്രതീക്ഷ അല്ലേ? അത്രേ ഉള്ളൂ. അത് പറയുക. ഇതില് ഈ കാണാതെ ഇപ്പോഴും മണ്ണിനടിയിലുള്ളത് നിങ്ങളെ അനിയനും ആരൊക്കെ അങ്ങനെയുള്ളവര്? അളിയന്
പിന്നെ ഒരു മരുമകൻ, ഇങ്ങനെ ഒരു 10-11 ആൾക്കാർ കാണാനുണ്ട് കുടുംബത്തിൽ തന്നെ. അവരൊക്കെ കുടുംബക്കാരാണ്. അതിപ്പോൾ അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? അവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും കൊല്ലത്തിലൊരു പ്രാവശ്യം അവിടെ ഒരു കൂടലുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാവരും കൂടി കൂടും. എന്നാണെങ്കിലും ഉള്ളുകൊള്ളുന്ന ഓർമ്മകളാണ് ചാത്തമൂപ്പ് നമ്മളോട് പങ്കുവച്ചത്. സർക്കാരിൻ്റെ ഇടപെടൽ ആ മേഖലയ്ക്ക് ഇനിയും വേണമെന്നൊരു അഭ്യർത്ഥനയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കവളപ്പാറ ദുരന്തത്തിന്റെ ഇരകളിൽ ഒരാളാണ് സംസാരിച്ചത്. നടക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും അവരെ പിന്തുടരുന്നു എന്നുള്ളതാണ്. വയനാട് നടുക്കിയ പുത്തുമല